ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഈ ഒരു വീട് ഇത്തരത്തിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്? സാറേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ പഴകിയ വീട് റിനോവേഷൻ ചെയ്ത് ഒരു പുത്തൻ വീടാക്കുക ഏതൊരാളുടെയും ആഗ്രഹമാണ് പഴയതൊന്ന് പുത്തനാക്കിയെടുക്കുക എന്നുള്ളത്. കാരണം ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഈ പ്രോപ്പർട്ടീസിൻ്റെ ചിലവുകളൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ പഴയ വീട് നിലനിർത്തിക്കൊണ്ട് അതൊരു പുതിയ വീടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു സ്വപ്ന തുല്യമായ ഒരു മാറ്റത്തിലേക്കാണ് വരുന്നത്. ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഈ ഒരു വീട് ഇത്തരത്തിലേക്ക് മാറ്റിയെടുത്തപ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്? സാറേ, ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഇപ്പം നമ്മളിപ്പോൾ റിന്യൂവേഷൻ ആൻഡ് മോഡിഫിക്കേഷൻ ഇത് ഞങ്ങൾ ഗൾഫിലും ചെയ്യാറുണ്ട്. നമ്മുടെ ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ കമ്പനി ഞങ്ങളിത് ഗൾഫിലും ചെയ്യാറുണ്ട്. അതേ ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലോട്ട് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നമ്മളിത് ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മുടെ തയ്യാറെടുപ്പ്, ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ആ വീട് ഏത് വീടാണോ ആ വീടിൻ്റെ അവസ്ഥ നമ്മൾ നേരിട്ട് പോയി കണ്ടതിന് ശേഷം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണ്, ചില വീടുകൾ പൊട്ടിയിട്ടുണ്ടാവും, ചില വീടുകൾ പൊളിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ പല അവസ്ഥയിലുള്ളതുണ്ട്. ഈ വീടിന് ഇതിപ്പോൾ ഇതിൻ്റെതായ ആദ്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് കോർ ടെസ്റ്റ് ചെയ്യും. കോർ ടെസ്റ്റ് ചെയ്ത് അത് ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ആ വീട് നമുക്ക് റിനോവേഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുന്നത്. അത് എത്ര പെർസെൻറ്റേജ് ഉണ്ട് ആ ലാബ് ടെസ്റ്റിൽ അതുകൂടി നോക്കിയിട്ട് അതിൻ്റെ ബാലൻസിങ് അനുസരിച്ചായിരിക്കും നമ്മൾ ആ വീട് ഏറ്റെടുത്ത് ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ഇവിടെ ആയാലും ഗൾഫിലായാലും തീരുമാനിക്കണം. ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇത്തരക്കാർക്ക് ഒരു വൃത്തിയുള്ള വീട് അത് സ്വപ്നത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്ന പദ്ധതിയാണ്. ഇത് പൂർത്തീകരിക്കുന്നതിന് ഇപ്പം ഈ നമ്മുടെ ഇവിടുത്തെ പ്രോപ്പർട്ടികളുടെ വിലയൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന സിമൻറ്റ് അതുപോലുള്ള ടൈൽസൊക്കെ അതിൻ്റെയൊക്കെ വിലയൊക്കെ വെച്ച് എങ്ങനെയാണ് ഇതിനെ ഈ ഒരു തരത്തിലേക്ക് ഇത്രയും വില കുറച്ച് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയത്? സാറേ, നമ്മൾ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഒരു സർവീസ്, നമ്മുടെ ലാഭം ഉദ്ദേശിക്കുന്നത് കസ്റ്റമറുടെ സന്തോഷമാണ് ഇപ്പോഴും. ഓക്കെ, അതാണ് നമ്മളുടെ ലാഭം. ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ ലാഭമല്ല നോക്കുന്നത്, കസ്റ്റമർക്ക് ഗുഡ് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടം വരില്ലേ? തീർച്ചയായിട്ടും. അത് എങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തു പോകും? കുറച്ച് ഫണ്ടുകൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ചില വീടുകൾക്ക് ഞങ്ങൾ ഒരു ചാരിറ്റി കൂടി ചെയ്യുന്ന കമ്പനിയാണ് ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ ഈ സാധാരണക്കാരായ ചില വീടുകൾക്ക് കസ്റ്റമർക്ക് ഈ ഫണ്ട് ഞങ്ങൾ ചില രീതിയിൽ അതിലേക്ക് വിനിയോഗിക്കാറുണ്ട്. അതാണ് നമ്മൾ നഷ്ടത്തിലായാലും ഇതിനെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മെയിനായിട്ടുള്ള നിങ്ങളുടെ ഫോക്കസിങ് ഗൾഫ് രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഇത്ര ശതമാനം ഈ പറയുന്ന ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുകയും അത് ഇത്തരം പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടുള്ള അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ ചാരിറ്റിയുടെ ഭാഗമായി കേരളത്തിൽ ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ആ ഫണ്ട് ഇവിടെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ സാർ, ഈ ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ ഇത്തരം ചാരിറ്റി ഉൾപ്പെടെയുള്ള പല പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ അടുത്ത പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? അടുത്ത പ്രോജക്റ്റുകൾ സാറേ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതിയ വർക്കുകളും ചെയ്യുന്നുണ്ട്, ഇപ്പോൾ റിനോവേഷൻ ചെയ്യുന്നുണ്ട്, മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്, ആഡിങ് അതും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 100 വീടുകൾക്ക്, അത് ഈ പഴയ വീടുകളായാലും പുതിയ വീടുകളായാലും ഒരു 100 വീടുകൾക്ക് നമ്മുടെ ഈ സർവീസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ആ ഒരു സന്തോഷം, അത് ഇപ്പോഴും തൽക്കാലം ഞങ്ങൾക്ക് ലാഭമായിട്ട് മതി. അതിന് വരുന്ന അഡീഷണൽ ഫണ്ടുകൾ നമ്മൾ നമ്മുടെ UAE എന്നുള്ള ആ സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇപ്പം നിലവിൽ നടക്കുന്നുണ്ട്? സാറേ, നമ്മൾ അടുത്ത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ 100 വീടാണല്ലോ നമ്മളിവിടെ കേരളത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് ആദ്യം ഫണ്ട് ഇറക്കാനില്ലാത്ത കസ്റ്റമർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ ഫണ്ട് നമ്മൾ ആദ്യം ഇറക്കും ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ്.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേമാതിരിയുള്ള പാവപ്പെട്ട ആളുകളെ നമ്മൾ നോക്കിയിട്ട് അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ആ വിട്ടുവീഴ്ചകൾ നമ്മുടെ ഇതിൽ ചെയ്തുകൊണ്ട് അവർക്ക് ആ വീട് 100-ൽ ഇപ്പം എത്രാമത്തെ വീടായി? 100 സാർ ഇപ്പോൾ ഒരു 15 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു 8 നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തത് വീണ്ടും കോളുകൾ വരുന്നുണ്ട് നമുക്ക്. ആ ഒരു ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാറേ, ഈ വീടിൻ്റെ ആദ്യത്തെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു. അതെ, പിന്നെ ഒരു ഉദാഹരണമായ ഒരവസ്ഥയായിരുന്നു, ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ ഒരവസ്ഥയാണ്. പക്ഷേ ഇത്രയും മനോഹരമായി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും മനോഹരമായി ഈ വീട് പൂർത്തീകരിക്കുകയുണ്ടായി. ഇതിന് സാറിൻ്റെ നഷ്ടം എത്ര, ലാഭം എത്ര? സാറ്, ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നഷ്ടമോ ലാഭമോ അല്ല ഗ്രീനൈഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് നോക്കിയത്. ഈ പാവപ്പെട്ട ഇതേമാതിരിയുള്ള വ്യക്തികൾക്ക് നമ്മൾ നോക്കി സെലക്ട് ചെയ്തിട്ട് അവർക്ക് വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യാറുണ്ട്. ആ ഒരു ലെവലിലാണ് ഇപ്പോഴും ഗ്രീനൈഡിയ കൺസ്ട്രക്ഷൻ. അതെല്ലാവർക്കും ഇല്ല. അതായത് സാധാരണയിൽ അപ്പോൾ ഇതിൻ്റെ ലാഭം ഞാൻ ചോദിച്ചു, ഈ വീടിൻ്റെ ലാഭം. സാർ, ഇത് ലാഭത്തിനല്ല നമ്മൾ ചെയ്തത്, ഇറ്റ്സ് ഫോർ ഒരു സർവീസ് മാത്രം എന്നുള്ള രീതിയിൽ അവരുടെ ഒരു സന്തോഷമാണ് നമ്മുടെ ലാഭം. അതാണ് ഇത് ചെയ്തത്. കാരണം ഇതവർ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഒരു മെയിൻ്റനൻസ് ചെറിയൊരു ഫണ്ട് കിട്ടിയിട്ട് അവർ കോണ്ടാക്ട് ചെയ്തതാണ്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭാഗത്തും കൂടെ സഹായിച്ചിട്ടൊക്കെ ചെയ്യുകയാണ്. അതാണ് അതിൻ്റെ ഒരു ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് സാർ നിങ്ങൾക്ക് അറിയാം. അതാണ് നമ്മുടെ കണ്ടീഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ MD AM ആസാദ് കൊട്ടാരത്തിൽ അല്ലേ? അതെ സാർ. അപ്പോൾ അദ്ദേഹം നമുക്ക് വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് തന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു കമ്പനി ഗൾഫ് നാടുകളിലും കേരളത്തിലുമൊക്കെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീട് കേരളത്തിൽ തന്നെ, ഈ ഒരു വീട് എനിക്ക് തോന്നുന്നത് ഇത്രയും പൈസ കുറച്ചുകൊണ്ട് റിനോവേഷൻ ചെയ്തുകൊണ്ട് ഇത്രയും മനോഹരമാക്കി മാറ്റുക, ആദ്യത്തെ ഒരു കോലം നമ്മൾ കണ്ടതാണ്. 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊണ്ട് മാത്രം ഇതിനെ മനോഹരമാക്കി മാറ്റുക എന്നത് വളരെ കഠിനമായ പ്രയത്നമാണ്. അത് ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളത് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ വർക്കല പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരോട് ഒരു അഭ്യർത്ഥന, നിങ്ങളുടെ വീടുകൾ അല്ലെങ്കിൽ വീടില്ലാത്തവർ ഏത് തരത്തിലാണെങ്കിലും, നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതി എത്ര മോശമാണെങ്കിലും ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിനെ സമീപിക്കുക. അവർ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക നിലപാട് എന്താണോ അതനുസരിച്ചുള്ള ഒരു വീട് നിർമ്മിച്ച് നിങ്ങൾക്ക് തരും. അത് ലാഭേച്ഛ കൂടാതെ ആയിരിക്കുമെന്ന് അവർ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇതൊരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് 100 വീടുകൾ നിർമ്മിച്ച് കൊടുക്കുക എന്ന ഉദ്യമത്തിലേക്കാണ് അവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിനെ സമീപിക്കാം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തിക സ്ഥിതി എന്ത് തന്നെയായാലും അവർ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നതിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട. ആർക്കും ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിനെ ഒത്തുചേർന്നുകൊണ്ട് ഒരു വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയുമെന്നത് ഉറപ്പിച്ച് ഞാൻ പറയുന്നു. നിങ്ങൾ ധൈര്യപൂർവ്വം ഈ കമ്പനിയെ സമീപിക്കുക. ഈ വീടിൻ്റെ ഒരു ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരതയായിരുന്നു അല്ലേ? നമ്മൾ കാണുമ്പോൾ അറിയാം, കാഴ്ചക്ക് കണ്ടപ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടപ്പോൾ തന്നെ അറിയാം. ഈ വീട് ഇത്രയും മനോഹരമായി ഇത് ഇപ്പം മാറിക്കഴിഞ്ഞു. എന്ത് തോന്നുന്നു? സംതൃപ്തി തോന്നുന്നു. വളരെയധികം സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. ഗ്രീൻ ഐഡിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് ഇത് പൂർത്തിയാക്കിയതല്ലേ, ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കി മാറ്റിയതല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇതിനോട്, ഈ ഒരു വീടിനോട്, ഇങ്ങനെ ഒരു വീട് ഇങ്ങനെ ആക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ പ്രയത്നം എങ്ങനെയുണ്ടായിരുന്നു? ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിന്നതും. ഗ്രീൻ ഐഡിയ നല്ല വളർന്നു വരണമെന്നേ നമ്മൾ പറയുള്ളൂ. പിന്നെ സാർ അതിൻ്റെതായ രീതിയിൽ വന്ന് നോക്കുകയും എടുക്കുകയും തൊഴിലാളികളോടെ ആയാലും നമ്മളോടേതായാലും അതിൻ്റെതായ രീതിക്ക് തന്നെയാണ്, വലിയ ബഡ്ജറ്റിലൊന്നുമല്ല, അതിൻ്റെതായ രീതിക്ക് തന്നെയാണ് ചെയ്തത്. എങ്ങനെ തോന്നുന്നു ഒരു പിന്നെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീടിന്റെ ഒരു ദാരുണമായ അവസ്ഥയിൽ നിന്ന്, ശോചനീയ അവസ്ഥ, അതെ ശോചനീയ അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഈ ഒരു മനോഹരമായ ഒരു വീട് അല്ലേ? വളരെയധികം സന്തോഷമുണ്ട്. ആണ്. നല്ല ഇതായിരുന്നു. സജിൻകുമാർ, എങ്ങനെയുണ്ട് വീട്? കുഴപ്പമില്ല, കൊള്ളാം, ഇഷ്ടപ്പെട്ടു.
ഈ വീട് എങ്ങനെയായിരുന്നു മുൻപ്? ഒരു പെയിന്റും ഇല്ല, ഒരു വൃത്തിയില്ല. ഇപ്പം ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം റോട്ടിൽ നിന്നാണ് അടുത്ത് ഒരു ഗുമ്മുണ്ട്. ആണല്ലേ? ആരാണ് ഇത് ഇത്തരത്തിലേക്ക് മാറ്റിയെടുത്തത്? നമ്മളെ ഗ്രീൻ ഐഡിയ കൺസൾട്ടേഷൻ ഗ്രൂപ്പിൽ ആസാദ്. ഞാൻ മാമാന്നാണ് വിളിക്കുന്നത്. സന്തോഷമായോ? ഓ സന്തോഷം. ഹാപ്പിയാണോ? ഹാപ്പി. ഹാപ്പിയാണ്.